സുഹൃത്തുക്കളെ, വൈറലാവാൻ എന്ത് വേണം എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. സ്ത്രീകളാണെങ്കിൽ നേരെ പോയിട്ട് ഒരു KSRTC ബസ് സഞ്ചരിക്കുക. തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ആണൊരുത്തൻ വന്നിരുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വീഡിയോ ഓൺ ആക്കുക. വീഡിയോ ഓൺ ആക്കിയിട്ട് അവൻ എൻ്റെ ബ്രസ്റ്റിൽ പിടിച്ചു, അല്ലെങ്കിൽ എൻ്റെ ബ്രസ്റ്റിലേക്ക് അവൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ മുട്ടാൻ ശ്രമിച്ചു എന്ന് വീഡിയോ എടുത്തിട്ട് പരസ്യപ്പെടുത്തുക. അത് മുട്ടിയില്ല എന്നല്ല, ആ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് മാത്രം മതി വളരെ ഈസി ആയിട്ട് വൈറലാവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സംശയം ഉണ്ടായിരിക്കും, എന്താ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അപ്സാക്കെ റെജി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ഇതുവരെ വലിയ റീച്ച് ഒന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പോഴാണ് വളരെ പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഇത്തരം ആളുകൾക്കൊക്കെ ഒരു തോന്നലുണ്ടായത്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ആണൊരുത്തൻ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് ഒരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ സംശയം തോന്നും, ഇത് ഫേക്ക് വീഡിയോ ആണോ അല്ലേ എന്നുള്ളത്. വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവരിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരൊറ്റ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് ഈ ഒരൊറ്റ വീഡിയോക്ക് കിട്ടിയത് 5.9 മില്യൺ വ്യൂസ് ആണ്. ഇത് പിന്നീട് ഒരു മ്യൂസിക് കയറ്റിയിട്ട് വീണ്ടും അവർ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷിൽ ചില സബ് ടൈറ്റിലൊക്കെ കൊടുത്തുകൊണ്ട് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 491K വ്യൂസ് ഇതിന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അതുവരെ അത്ര വലിയ റീച്ചുകളൊന്നും ഇല്ലാത്ത ഈ ഒരു പെൺകുട്ടിക്ക് വളരെ പെട്ടെന്നാണ് തന്നെ ഒരാൾ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ബസ് വീഡിയോ ഇട്ട സമയത്ത് അതിന് റീച്ച് കൂടി കിട്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവരുടെ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ മുഴുവൻ ഇവർക്കെതിരെയാണ്. ഇത് വെറും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചെയ്തൊരു കുരുത്തക്കേടാണ്, നിങ്ങൾ ചെയ്തൊരു തെണ്ടിത്തരമാണ്. ആ ഒരു പാവം വൃദ്ധനെ ഇങ്ങനെ അപമാനിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? നമുക്ക് ആ വീഡിയോ മുഴുവൻ കാണുന്ന നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും, ഇതൊരു KSRTC ബസ് അല്ലെങ്കിൽ ഒരു ബസ്സാണ്. ഈ ബസ്സിലൊക്കെ നടുക്കുള്ള ഒരു സീറ്റിൽ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രയാസപ്പെട്ട സംഗതിയാണ്. ഈ ബസ്സിൽ സഞ്ചരിച്ച ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണത്. നമ്മൾ മിക്കവാറും ഇങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിൽ ഇരുത്തിരിക്കേണ്ടി വരും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ ചിലപ്പോൾ നമുക്ക് നീങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ദേഹത്ത് തട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇങ്ങനെ ആരുടെയും ദേഹത്ത് തട്ടാതെ, ആരുടെയും ദേഹത്ത് ഉരസാതെ യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിച്ച് യാത്ര ചെയ്യുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നുള്ളതാണ്. മനുഷ്യന്മാരാണ് ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഒന്ന് തട്ടിയെന്ന് വരും. ഈ എല്ലാ തട്ടലുകളും ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള തട്ടലാന്നൊക്കെ വിചാരിച്ചടക്കുകയാണെങ്കിൽ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ എന്നും, അല്ലെങ്കിൽ ഇങ്ങനെ വൈറലാവാൻ എന്ത് ചെയ്യാൻ കഴിയും, എവിടുന്നാണ് ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കിയെടുക്കുക എന്ന ചിന്തമായിട്ടൊക്കെ നടക്കുമ്പോഴൊക്കെ ഇതൊക്കെ വളരെ എളുപ്പമാണ്. നോക്കൂ, ഇവിടെ തൊട്ടടുത്തൊരു വൃദ്ധനുണ്ട്. എന്തോ മഹാഭാഗ്യത്തിന് ആ പാവൻ ചെങ്ങാതിയുടെ മുഖം വ്യക്തമാക്കിയിട്ടില്ല. മുഖം വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ കേരളക്കരയിൽ മറ്റുള്ളവരുടെ ബ്രസ്റ്റ് തോണ്ടാൻ നടക്കുന്ന ഒരു പടുവൃദ്ധനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഞരമ്പൻ എന്നുള്ളൊരു പേരിലേക്ക് ആ ഒരു മനുഷ്യനെ മാറ്റുമെന്നാണ്. എന്ത് അധികാരമാണ് ഇവർക്ക് അതിനുള്ളത്? സ്ത്രീകൾ എന്ത് തന്നെ പറഞ്ഞാലും അത് അതേപടി വിശ്വസിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇതിന്റെ കമന്റുകൾ നോക്കിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുക കേട്ടോ. നോക്കൂ, വളരെ ഈസി ആയിട്ടുള്ള ഗംഭീര കമന്റ് ഉണ്ട്. റിസർവ്ഡ് അല്ലാത്ത കോമൺ സീറ്റ് ആണെങ്കിൽ ആളുകൾ വന്നിരിക്കും. പിന്നെ ഒരു ബസ്സിൻ്റെ സീറ്റിന് എത്രമാത്രം സ്പേസ് ഉണ്ടാകുമെന്ന് അറിയുന്നവരാണ് ഇവിടെ ഉള്ളവർ. അടുത്തിരിക്കുന്ന ആൾക്ക് അകന്നിരിക്കാൻ മാത്രം സ്പേസ് ഉണ്ടാകില്ല. ഈ വീഡിയോയിൽ ആ വ്യക്തി അനാവശ്യമായി ഒന്നും ചെയ്തതായി തോന്നിയില്ല. കുട്ടിക്ക് അൺകംഫർട്ടബിൾ ആയി
എങ്കിൽ മാറിയിരിക്കാമായിരുന്നല്ലോ. റീച്ച് ഉണ്ടാക്കാൻ വെറുതെ വഴിയിൽ കൂടി പോകുന്നൊരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ നിൽക്കരുത് എന്നാണ് ഒരു എസ്തറ്റിക്കലി എലിറ്റ്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എഴുതി വെച്ചിരിക്കുന്നത്. എങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, ചേട്ടൻ സൗകര്യമായിട്ട് ഇരിക്കട്ടെ എന്നാണ് വേറെ കമന്റ്. പോസ്റ്റ് മുമ്പിൽ പോയി ഇനി അടുത്ത യാത്രയിൽ നോക്ക്, അതിജീവിത ആ മാസ്ക് ഒന്ന് മാറ്റുമോ, നീയുള്ള ബസ്സിൽ കയറാതിരിക്കാനാ. വൈറലാവാൻ നോക്കി അവസാനം എയറിലായി. അയാളുടെ കാര്യം നോക്കിയിരിക്കുമ്പോൾ വീഡിയോ എടുത്ത് ഷോ കാണിക്കുന്ന നിന്നോടൊക്കെ എന്ത് പറയാനാ തീട്ടം. അയാളുടെ പേര് അറിയുന്നവർ ഉണ്ടെങ്കിൽ അറിയിക്കുക. അനുവാദമില്ലാതെ അയാൾ വീഡിയോ എടുത്ത് വ്യാജ വാർത്ത നൽകി മാനസിക പീഡനം ഉണ്ടാക്കി. ഇതിൽ ഇവളെ എടുത്ത് അകത്തിടാൻ വകുപ്പുണ്ട്. ശുനകപുത്രി. ദൈവമേ, ബസ്സിൽ കയറിയപ്പോൾ ലേഡീസിന് കൂടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മര്യാദയ്ക്ക് ഒരു സീറ്റിലിരുന്നാലും അത് പീഡനമാക്കി ചിത്രീകരിച്ച് വൈറലാകാനാണ് ഇവരൊക്കെ നോക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആദ്യം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അവർക്ക് വീണ്ടും സ്പർശന സുഖം നൽകി വീഡിയോ ചിത്രീകരിക്കാൻ അല്ല നോക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ വന്നിട്ടുള്ള 100% തന്നെ പറയേണ്ടി വരും. ഇനി അങ്ങനെ പറഞ്ഞതിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമായിരിക്കും. പക്ഷെ 99% കമന്റുകളും ഈ പെൺകുട്ടിക്കെതിരെയാണ്. നോക്കി, ഇത് കാണുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ആ ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ അവിടെ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നേ ഇല്ല. ചേട്ടൻ അവിടെ അങ്ങനെ ഇരിക്കുന്നു. അതല്ലാതെ ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബസ്സിൽ എങ്ങനെ ഇരിക്കണമെന്നാണ് ഈ പെൺകുട്ടിയൊക്കെ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ, ഈ നമ്മുടെ കേരളത്തിലെ ആണുങ്ങളൊക്കെ ഇനി ബസ്സിൽ സഞ്ചരിക്കാനൊക്കെ പേടിക്കേണ്ടി വരും. ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്തൊരു പെൺകുട്ടി വന്നിരുന്നു കഴിഞ്ഞാൽ ഭയപ്പെടേണ്ടി വരും. ഈ പെൺകുട്ടി വന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അവർ മൊബൈൽ എടുത്തിട്ട് ഫോണിൽ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ടോ എന്നായിരിക്കും ഇനി ആണുങ്ങളൊക്കെ നോക്കേണ്ടി വരിക. ഒരു ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അത് സ്ത്രീകൾക്ക് മാത്രം റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളുണ്ട്. ഇത്രയ്ക്ക് ആണുങ്ങൾ തൊട്ടടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങളും ഈ ഒരൊറ്റ പരിപാടിക്ക്, ഈ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് എന്നുള്ള ചിന്താഗതിയുള്ള ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റിൽ വേണ്ടി മാത്രം പോയിരിക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെയൊക്കെ പറയേണ്ട ഒരു ഗതികേടിലാണ്. ഇത്തരം ആളുകളൊക്കെ അത്തരം സീറ്റുകൾ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ എത്ര തന്നെ ഞെരുങ്ങിയിട്ട് ഇനിയിപ്പോൾ നമ്മളെ ബ്രസ്റ്റിലോ എവിടെ വേണമെങ്കിലും സ്ത്രീകളുടെ കൈ തട്ടിയാലും നിങ്ങൾക്കതൊരു പ്രശ്നമായി തോന്നില്ല. ഇപ്പുറത്ത് നിങ്ങൾക്കതൊക്കെ പ്രശ്നമായി തോന്നും. വളരെ ഈസി ആയിരിക്കും. കാരണം ഇങ്ങനെ ഒന്നും പറയാതെ യാത്ര ചെയ്യുന്ന ഈ പാവം അമ്മാവന്മാർ, ഈ പാവം പുരുഷന്മാർ അവരറിയാതെ വൈറലാവുകയാണ്. നോക്കൂ, ആ ഒരു മനുഷ്യനെ അറിയുന്ന വീട്ടുകാർ എന്തായിരിക്കും ആ മനുഷ്യനെ പറ്റി കരുതുക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു നിമിഷമെങ്കിലും ആ മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടുകയല്ലേ. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് വൈറലാവാനൊക്കെ ഉള്ള ഒരു ശ്രമമാണ് ഈ ഒരു പെൺകുട്ടികളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊക്കെ മനസ്സിലാവുന്നത്. എന്തായാലും ഇതിൽ കമൻ്റ് ഇട്ടുള്ള ആളുകൾ മുഴുവൻ, ഒരുപക്ഷെ 5 മില്യൺ ആളുകൾ അടക്കം മുഴുവൻ ഇവർക്കെതിരെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എല്ലാതും ഈ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്പോട്ടിൽ പ്രതികരിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും അത് കൊടുത്തിട്ടുണ്ട്. ചുളുവിൽ വൈറൽ ആവാനുള്ള പരിപാടി എല്ലാവരും കൊടുത്തിരിക്കുന്നതാണ്. ചുളുവിൽ വൈറൽ ആവാനുള്ള ഒരു പരിപാടി മാത്രമാണിത്. എന്തായാലും ഈ വൈറൽ ആവാനുള്ള ആളുകളുടെ ഒരു 1-2 വീഡിയോ കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനതിന് ലൈക്ക് അടിക്കാൻ എന്തിനാണ്? കണ്ടില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കുറേ വീഡിയോസുകളൊക്കെ ഈ ആയ്മ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് എന്താ പറയുക, ഇതാണ് ഇവരുടെ രീതി. ഇത്തരത്തിലുള്ള കുറേ ആളുകളൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മാന്യം മര്യാദയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ജീവിച്ചു പോകുന്ന, ഒന്നും അറിയാത്തൊരു ബസ് യാത്ര നടത്തി എന്നതിൻ്റെ പേരിൽ ഒരൊറ്റ നിമിഷം കൊണ്ടൊരു സ്ത്രീ പീഡകനായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ പുരുഷന്മാരൊക്കെ പോയിട്ടുണ്ട്. ഭയപ്പെടണം. ഇനി എല്ലാ ആണുങ്ങളും ഇനി ഒരു പക്ഷേ ഭയപ്പെടേണ്ടി വരും ഇങ്ങനൊരു ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്തൊരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അപ്പത്തിന് എഴുന്നേറ്റ് മാറിയിട്ട് നിൽക്കുക. സ്വന്തം തടി കാട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കേണ്ട ഒരു ഗതികേടുണ്ടോ എന്നുള്ളതാണ്. ഒരു സംശയമില്ല. ഇതൊക്കെ വൈറലാവാൻ വേണ്ടി മാത്രമായിട്ടുള്ള ചില എന്താ പറയുക വൃത്തികെട്ട പരിപാടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബബായ്. കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമ്പോഴാണ് ചില ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് പുതിയ വീഡിയോസിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഒന്ന് കണ്ടോക്കി. കണ്ടില്ല ഗൈസ്, എന്നെ കടച്ചൊക്കെ തൊട്ടു
KSRTC ബസ്സിൽ എങ്ങനെ പോവും? ഞാൻ പ്രതികരിക്കാൻ പോവാ, ഇയാൾ മോന്തൊക്കെ അടിക്കാൻ പോവാ. താന്റെ കടത്തൊക്കെ പിടിച്ചില്ലടോ, എന്റെ ജീവിതം പോയി. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലാ. ഇപ്പൊ വൈറലാവണമെങ്കിൽ ബസ്സിൽ കയറിയാൽ മതി എന്നാ കേട്ടത്. അപ്പൊ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. ഒന്ന് മാസ്ക്, പിന്നെ ഇതേമാരത്തെ ഗജമുട്ട് സാധനം. നമുക്ക് ബസ്സിൽ കയറാൻ പോവാം. അപ്പൊ നമ്മൾ ആൾക്കാരുള്ള സീറ്റിൽ ഇരിക്കരുത്, ഏതെങ്കിലും മാവന്മാരുള്ള സീറ്റിൽ ഇരിക്കുക. എന്നിട്ട് ബാക്കി പരിപാടിയും കാണിച്ചത്. അപ്പൊ മാസ്ക് വെക്കാതെ മാസ്ക് വെച്ചു. ഇത് ആ ഒരു സംഭവത്തെ ഏറ്റവും വികൃതമായിട്ടാണ് ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ട അവസ്ഥയിലേക്ക് ആളുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ബൈ. അല്ല, ഇത്തരം ആളുകൾ എന്ത് വേണം?